ഇങ്ങനെയുള്ള ഗേൾസിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, എനിക്കും ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് കുറേ നാൾ കിട്ടിയതാ. ഞാൻ അതിന്റെ ഒരു വൈബിനനുസരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് അനുഭവങ്ങളായി. അപ്പോ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല കാര്യം. ഹലോ ഗൈസ്, ഇന്ന് March 8 വുമൻസ് ഡേ ആണ്. നിങ്ങളെ ഇന്ന് ഞാൻ ഉപദേശിക്കാൻ വന്നതല്ല, ഉപദേശിക്കാൻ ഞാൻ ഒട്ടും വലിയ ആളൊന്നും ആയിട്ടുമില്ല. എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഗേൾസ് പൊതുവെ എന്താ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം ഇങ്ങനെ മൈൻഡിൽ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പല ആഗ്രഹങ്ങളും നടത്താതെ പോയിട്ടുണ്ട്. ഒരു ഡയലോഗ് ഇതിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കേട്ട് കാണും. റാണി പത്മിനി എന്ന് പറയുന്ന മൂവിയില് മഞ്ജു വാര്യർ റീമ കല്ലിങ്കലിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. അതൊരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. എന്താ, കുഞ്ഞുനാളില് നമുക്കാരെങ്കിലും നല്ല കുട്ടിയാണ്, അടക്കൊതുക്കും ഒപ്പുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ്. നമ്മൾ ആ ഒരു എന്താണ് ചിറകിനടിയിൽ ഒളിച്ചിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യും, പിന്നെ ആ നല്ല കുട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഗേസ്, ഞാൻ വീണ്ടും പറയാണ് ഗേൾസിനോട്, നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ആഗ്രഹമല്ലേ, ഒന്നാമത്തെ കാര്യം അത് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അതെന്തായാലും ഉറപ്പായാലും ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആരെയും ദ്രോഹിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയിരിക്കും. മൂന്നാമത്തെ കാര്യം അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ, അതായത് നമ്മളൊരു ഉപകാരമായിട്ട് നേരിട്ട് കിട്ടിയില്ല എങ്കിൽ കൂടി നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ധൈര്യമൊക്കെ കിട്ടിയാലോ അവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അത് ഏറ്റവും നല്ല കാര്യമല്ലേ. നമുക്ക് എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഈ കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതൊരു ശരിയായിരിക്കുമല്ലോ, നമുക്ക് തോന്നുന്ന ഒരു ശരി, അതെന്തായാലും നമ്മുടെ പാരന്റ്സിനെങ്കിലും ശരിയായിട്ട് തോന്നും. പിന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അത് തോന്നും. അതായത് അടുത്ത് നിൽക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് നമ്മളെ മനസ്സിലാക്കി ഡീപ്പായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർക്കും അതറിയാൻ പറ്റുമായിരിക്കും. അവരും എന്താണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയെങ്കിലും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആ ശരി, അതായത് ആരെയും ദ്രോഹിക്കാത്ത വിഷമിപ്പിക്കാത്ത ആ ശരി, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, എന്താ, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നത് ശരിയും കൂടെ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ പിറകെ തന്നെ പൊക്കോളൂ. ആരെയും നോക്കേണ്ട ഒരാവശ്യം.